പിൻട്രസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കേക്കിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അതന്നെ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് തുടങ്ങിയതായിരുന്നു ഈ കേക്ക് ചെയ്യാൻ. പക്ഷെ അങ്ങനെയൊന്നുമല്ലടോ, ഈ കേക്ക് സ്റ്റാൻഡും ഈ ടേൺ ടേബിളുമായിട്ട് തീരെ യോജിക്കുന്നുണ്ടായിരുന്നില്ലേ. ഈ ഒരു കേക്ക് ഞാൻ സെറ്റ് ചെയ്ത് തന്നെ ഒരുപാട് സമയം എടുത്തിട്ടാണ്. ഉള്ളിൽ ഞാനൊരു സ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബേസും ടേൺ ടേബിളുമായിട്ട് തീരെ യോജിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെ കൈകൊണ്ട് പിടിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ എത്രയും ചെയ്ത് മുഴുവനാക്കിയത്. കൂടുതൽ ഫിനിഷ് ആക്കാൻ നിൽക്കാത്തത് ഇത് നമുക്ക് വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് പിന്നെ വല്ലാതൊന്നും ഇതുപോലെ ഈ കേക്ക് ഒരുപാട് ചെയ്ത് ശീലമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം റിസ്ക് പിടിച്ചൊരു പരിപാടി തന്നെ. പിൻട്രസ്റ്റിൽ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പം ഇതിൽ നമുക്ക് വൈറ്റ് കേക്കിൽ പിങ്ക് ബോ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം എൻ്റെ കയ്യിൽ ബ്ലൂ കളർ മിക്സ് ചെയ്തതുണ്ടായതുകൊണ്ട് തന്നെ ഞാനിതിൽ ബ്ലൂ കളറിലുള്ള ബോ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇതേപോലെ ബോ വരച്ചു കൊടുക്കുന്നുണ്ടായിരുന്നത്. അതിനോണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടായിട്ട് കുറച്ച് ഗോൾഡൻ ലീഫ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ അത് മോൻ ഇതിൽ ടച്ച് ചെയ്യാൻ വന്നതാണ്. ഫൈനൽ ലുക്ക് ഇതാണ്.